Hi guys, welcome to my new video. I'm Dr. Cheryl. നമുക്ക് വൈറ്റമിൻ സിയെ കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും വളരെ യൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആവാം വൈറ്റമിൻ സിയുടെ സിറംസ്. സോ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമ്മുടെ ആ പൈസയുടെ വേർത്ത് നമുക്ക് കിട്ടണം. നമുക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടണം. അതിന് ഓരോ കൺസ്റ്റിറ്റ്യുവൻറ്റും യൂസ് ചെയ്യേണ്ട ഓരോ രീതിയുണ്ട്. വൈറ്റമിൻ സി പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കാം. നമുക്ക് ഈ ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്നതിന് പകരം നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളും ഡാർക്കും ഒക്കെ ആയിട്ട് തോന്നി തുടങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ സി പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മൾ യൂഷ്വലി വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബിക്കോസ് വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ആസിഡാണ്. സോ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ അതിൻ്റേതായ രീതിയിൽ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കണം. അപ്പോൾ അത് ആക്നി പ്രോൺ, അതായത് പിമ്പിൾസ് ഒത്തിരി വരുന്ന ടൈപ്പ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഒന്ന് സൂക്ഷിച്ച് യൂസ് ചെയ്യണം. ആക്റ്റീവായിട്ട് പിമ്പിളുള്ള സ്കിന്നിൽ നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പാടില്ല. ആ പിമ്പിളെല്ലാം ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വൈറ്റമിൻ സി യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ബെനിഫിറ്റ്സ് കിട്ടും. പിമ്പിളുള്ള സമയത്ത് ഈ വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പിമ്പിളിൻ്റെ ഏരിയ ഒന്നുകൂടെ ഇറിറ്റേറ്റഡ് സ്കിൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഹീൽ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഡൾനെസ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഓൾവേസ് വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പിമ്പിൾസ് എല്ലാം ഹീൽ ചെയ്ത കണ്ടീഷനിൽ മാത്രമേ വൈറ്റമിൻ സി യൂസ് ചെയ്യാവുള്ളൂ. നൗ സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനറായിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലോവർ കോൺസെൻട്രേഷൻ, അതായത് ഒരു 5% ആണ് ഏറ്റവും ചെറിയ കോൺസെൻട്രേഷൻ കിട്ടുന്ന വൈറ്റമിൻ സി. ആ 5% സിറം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ 10%, 16%, 20% ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ നമ്മൾ തുടക്കത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ ഈ പറയുന്ന പോലെ നമ്മുടെ സ്കിൻ വൈറ്റമിൻ സി യൂസ് ടു അല്ലല്ലോ, അതൊരു ആസിഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 months കഴിയുമ്പോൾ ആ കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടുവരാവുന്നതാണ് ഫോർ മാക്സിമം ബെനിഫിറ്റ്സ്. ഒരിക്കലും ചിന്തിക്കരുത് നമ്മളൊരു ഹയർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്താൽ ആദ്യം തന്നെ അത് കൊണ്ടുപോയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന്. അങ്ങനെയല്ല, നമ്മുടെ സ്കിന്നൊന്ന് റെഡിയായി വരണം അതിനോട്. സോ അതുകൊണ്ട് ആദ്യം ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് 5% വൈറ്റമിൻ സി. പിന്നെയുള്ള തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നോക്കി യൂസ് ചെയ്യണം. എസ്പെഷ്യലി ആക്നി പ്രോൺ സ്കിന്നുള്ളവർ എപ്പോഴും സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ള വൈറ്റമിൻ സി സിറംസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആക്നി ഉണ്ടാവുമെന്നല്ല, പക്ഷെ ഓൾറെഡി ആക്നി ഉണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷേ ഏത് സിറമോ ക്രീമോ നമ്മുടെ ആക്നി പ്രോൺ സ്കിന്നിൽ യൂസ് ചെയ്താൽ അങ്ങനെ തന്നെ വരും. സോ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് കുറച്ച് മോയ്സ്ചറൈസിങ് കോൺസ്റ്റിറ്റ്യുവൻസും കൂടെ ഉള്ള വൈറ്റമിൻ സിയും, ഓയിലി സ്കിന്നിന് കുറച്ചുകൂടെ ഒരു വാട്ടറി ബേസ് ഉള്ള വൈറ്റമിൻ സിയുമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഏത് സ്കിന്നിന് ഏത് വൈറ്റമിൻ സി ആണ് ബെറ്റർ എന്നുള്ളത് ഞാൻ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. ആൻഡ് അതിനകത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതിനകത്ത് ഉണ്ടാകും ഏത് സ്കിൻ ടൈപ്പിന് ഏത് വൈറ്റമിൻ സി ആണ് ബെനിഫിഷ്യൽ എന്നുള്ളത്. പിന്നെ അത് ഫോർത്ത് മിസ്റ്റേക്ക് നമുക്ക് മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഏരിയയിലും പിന്നെ ഈ ചീക്സിലും അപ്പർ ലിപ്സിൻ്റെ മുകളിലും ഒക്കെ വരുന്ന ഒരു ഡാർക്ക് സ്പോട്ട്സ് ആണ്. മെലാസ്മ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പറ്റില്ല. വൈറ്റമിൻ സി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലാസ്മ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ വേണം. ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ മെലാസ്മ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വൈറ്റമിൻ സി മെയിൻ്റനൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ വൈറ്റമിൻ സി മെലാസ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അല്ല. സോ ദ ഫിഫ്ത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഒരു ബിഹേവിയർ ഉണ്ട്. ലൈക്ക് നമ്മളൊരു എന്ത് ക്രീമോ സിറമോ എടുത്താൽ കയ്യിലിട്ടതിന് ശേഷം ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. വൈറ്റമിൻ സി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരു ബെനിഫിറ്റും ഇല്ല. സോ കുറേ അങ്ങ് കയ്യിലോട്ട് അബ്സോർബ് ആയി പോവുകയും ചെയ്യും. സോ നമ്മൾ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ തന്നെ ചെറുതായിട്ട് മസാജ് ചെയ്ത് അത് എയർ ഡ്രൈ ചെയ്യാൻ സമ്മതിക്കുന്നതാണ് വൈറ്റമിൻ സി ഏറ്റവും ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി. സോ നൗ ദ നെക്സ്റ്റ് തിങ് ഇസ് നമ്മൾ വൈറ്റമിൻ സി ഒരിക്കലും റെഡ് ഇറിറ്റേറ്റഡ് സ്കിന്നിൽ യൂസ് ചെയ്യരുത്. ദാറ്റ് ഇസ് ദ സിക്സ് മിസ്റ്റേക്ക്. നമ്മൾ റെഡ് ഇറിറ്റേറ്റഡ് സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഇറിറ്റേറ്റഡ് ആകും. ആൻഡ് അത് ഹീൽ ചെയ്യുമ്പോൾ അഗൈൻ ഡാർക്ക്നെസ്സോടെ തന്നെ ഹീൽ ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വൈറ്റമിൻ സി രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക, അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഒരു സിമ്പിൾ മോയ്സ്ചറൈസർ. സെറ്റാഫിലിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ വളരെ നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ സിറംസ് എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ സിറം യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ ഒരു നല്ല 50 SPF എങ്കിലും ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ആൻഡ് എവറി 4 hours സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുകയും വേണം.
പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. സോ ദിസ് ഇസ് ദ 7th മിസ്റ്റേക്ക്. നമ്മളൊരു ആസിഡിൻ്റെ കൂടെ വേറൊരു ആസിഡ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിൻ്റെ അപ്പർ ലെയർ സ്ട്രിപ്പ് ചെയ്ത് നമ്മുടെ സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കും. സോ ഇപ്പോൾ നമുക്ക് ഫേസ് വാഷിൽ നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും സാലിസിലിക് ആസിഡ് സിറവും വൈറ്റമിൻ സി സിറവും കൂടെ മിക്സ് ചെയ്യരുത്. ഇൻസ്റ്റെഡ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് സാലിസിലിക് ആസിഡ് സിറമോ വേറെ എന്തെങ്കിലും ആസിഡിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഉള്ള സിറമോ യൂസ് ചെയ്യാം. ഒരുമിച്ച് ഒരിക്കലും യൂസ് ചെയ്യരുത്. യുവർ സ്കിൻ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇറിറ്റേറ്റഡ്. ദ ലാസ്റ്റ് മിസ്റ്റേക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, എന്ത് സിറം അല്ലെങ്കിൽ ലോഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡാം സ്കിൻ, അതായത് കുറച്ച് നനഞ്ഞിരിക്കുന്ന സ്കിന്നിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. പക്ഷേ വൈറ്റമിൻ സിയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. വൈറ്റമിൻ സി ഓൾവേസ് നമ്മൾ ഡ്രൈ സ്കിന്നിൽ, അതായത് നല്ല കുളിച്ച് ഇറങ്ങി വന്ന് മോയ്സ്ചറൈസർ ഇട്ട് അതൊന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രം വൈറ്റമിൻ സി ഇട്ട് കൊടുക്കുക. നെവർ മിക്സ് ഇറ്റ് വിത്ത് വാട്ടർ, അതായത് ഒരു വെറ്റായിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകം നോക്കിക്കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി വളരെ നല്ലൊരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ഈവൻ കോംപ്ലക്ഷൻ തരാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിക്കിട്ടാനും വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതേസമയം നമ്മൾ പ്രോപ്പറായിട്ട് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ സ്കിൻ്റെ ഡൾനെസ് കൂടാനും മാർക്സ് ഒന്നും മാറാതിരിക്കാനുമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ വേറെ ഏത് സിറമാണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നോക്കി യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു സിറം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 മാസം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കാണാൻ പറ്റുന്നത്. വൈറ്റമിൻ സി നേരത്തെ തന്നെ ബെനിഫിറ്റ്സ് കാണും, പക്ഷേ അത് റെഗുലറായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ബെനിഫിറ്റ്സ് നിൽക്കുകയുള്ളൂ. സോ നമ്മൾ അതുപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുമുള്ള സിറംസ് കണ്ടുപിടിച്ച്, അതും ബിഗിനേഴ്സ് ആണെങ്കിൽ വളരെ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്ത് എവറി 6 months നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഈ രീതിയിൽ വൈറ്റമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. സോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്കിൻ ടൈപ്പിനും ഏതൊക്കെ വൈറ്റമിൻ സി ആണ് ബെറ്റർ എന്നുള്ള രീതിയിൽ പറ്റുന്നതെന്നുള്ള രീതിയിലും ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അത് നോക്കി നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ മാക്സിമം ബെനിഫിറ്റ്സ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി യൂസ് ചെയ്യുവാണെങ്കിൽ. സോ ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ് ഫോർ യു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് പ്ലീസ് ഡു ഫോളോ മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. സോ ബൈ.